അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടോ? എത്ര ദുആ ചെയ്തിട്ടും ഉത്തരം കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? നിരാശപ്പെടരുത്. അല്ലാഹു ഒരിക്കലും തൻ്റെ അടിമയുടെ ദുആ വെറുതെയാക്കില്ല. ഇന്ന് ആഗ്രഹങ്ങൾക്കായി ചെയ്യാവുന്ന ചില അമലുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മൾ എന്താണോ നമ്മുടെ ആവശ്യം, ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ എന്താണോ ചോദിക്കാൻ വിചാരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ കുറേ പ്രാവശ്യം ചോദിക്കുക. 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹാജത്ത് നിസ്കാരം നിർവഹിക്കുക. 2 റക്അത്ത് ഹാജത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വേറെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നില്ലേ. ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയാനുള്ള ഒരു പവർഫുള്ളായ ഒരു നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിറവേറാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. എന്തെങ്കിലും നമുക്ക് ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചാലും അതിന് വളരെയധികം എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്, പാപികളാണ്, ദോഷികളാണ്. അപ്പോൾ നമ്മളെന്നും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി അടക്കം അള്ളാഹുവിനോട് ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചെറുതും വലുതും രഹസ്യവും പരസ്യമായി ചെയ്ത എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെപ്പോഴും ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം എന്നൊക്കെ നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് നമ്മൾ മാപ്പ് ചോദിക്കുക. നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ അള്ളാഹുവിനോട്, നമ്മൾ ഒരാളോട് നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ മാപ്പ് തരുമോ ചോദിച്ചാൽ അവർക്ക് എത്ര സന്തോഷമായിക്കാരല്ലേ ഇത്. അപ്പോൾ നമ്മൾ മാപ്പ് ചോദിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സ്വലാത്ത് അധികമാക്കുക. ധാരാളം സ്വലാത്ത് ചൊല്ലുക. നമുക്ക് എത്രത്തോളം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നുവോ അത്രത്തോളം സ്വലാത്ത് ചൊല്ലുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെന്തെങ്കിലുമൊക്കെ പണികളിലൊക്കെ ആകുമ്പോൾ യൂട്യൂബിൽ ലിങ്ക് ഇട്ടിട്ട് അങ്ങനെ സ്വലാത്ത് ചെല്ലാം, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ സ്വലാത്ത് ചെല്ലാം. ഇനി ഒരു നിശ്ചിത എണ്ണം കണക്കാക്കി ചെല്ലുന്നുള്ളിൽ ലിങ്ക് വെച്ചിട്ടൊക്കെ ചെല്ലുക. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അടുക്കളയിലൊക്കെ ഓരോ പണി എടുക്കുമ്പോഴൊക്കെ സ്വലാത്ത് ചെല്ലാം. സ്വലാത്ത് നമ്മൾ വെറുതെ ചെല്ലിയാലും തമാസക്ക് ചെല്ലിയാലും കളിയാക്കി ചെല്ലിയാലും ഒക്കെ കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് ചെല്ലിയാൽ അല്ലേ. പിന്നെ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം, തവക്കൽ വെക്കുക. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. വളരെയധികം എഫക്റ്റീവാണ്. നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ തവക്കൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ മനസ്സിലുള്ള എന്തൊരു വലിയ ആഗ്രഹമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന വെറുതെയാക്കി കളയില്ല. അതിന് ഉത്തരമുണ്ട്. എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഈ അമൽ നമ്മളെ ജീവിതത്തിൽ പകർത്തുക, ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. 5 നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഹാജത്ത് നിസ്കാരം നിർവഹിക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് അധികമാക്കുക. അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം, തവക്കൽ വെക്കുക. ഏതൊരു കാര്യത്തിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിനേക്കാൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമന് പിന്നെ വേറെ ആരുമില്ല. അള്ളാഹുവിനെ നമ്മൾ ഏൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അത്ര. ഇപ്പോൾ ഞാനെൻ്റെ ഈ ചാനലൊക്കെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഒക്കെ അള്ളാഹുവിന് ഇട്ടുകൊടുത്തു. പിന്നെ അള്ളാഹുവിൻ്റെ അടുത്താണ് എനിക്ക് റീച്ച് കിട്ടണമെന്നോ എനിക്കുള്ളതുവാണോന്നോ ഒക്കെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാതെ ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു കാര്യവും നടക്കൂല. നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കണം എന്നുണ്ടെങ്കിലും അവിടെ ആരെ പങ്കുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പങ്കുണ്ട്.
അപ്പം മനസ്സിലെ ആഗ്രഹങ്ങൾക്കായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വന്നാലോ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു എണ്ണി പറഞ്ഞ ഈ പോയിൻറ്റുകൾ വളരെയധികം എഫക്റ്റീവാണ്. നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ജീവിത അനുഭവ വെളിച്ചത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. ചിലരൊക്കെ ചോദിച്ചു നമ്മളോട്, അല്ല എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാനും എന്തത്ര പെട്ടെന്ന് പഠിച്ചോ സ്വീകരിച്ചു ചോദിച്ചു. പക്ഷെ ഇത് ദിവസവും ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രാർത്ഥന തട്ടിക്കളയാതെ പെട്ടെന്ന് സ്വീകരിച്ചത്. ചിലരുടെ പറഞ്ഞില്ലേ കുറച്ച് സമയം പിടിച്ചും അല്ലെങ്കിൽ കുറച്ചും കൂടി പിടിച്ചും അങ്ങനെ പോകും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തരാതിരിക്കൂല മക്കളെ. ഒരുപാട് പേരുടെ ജീവിതാനുഭവ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, ഹാജത്ത് നിസ്കാരം എന്നിവയുടെ പ്രാധാന്യമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് വ്യക്തമാക്കി പങ്കുവെക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. നിങ്ങളും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.